അശരണർക്ക് പ്രത്യാശയായി, അന്ധകാരത്തിൽ വെളിച്ചമായി EGM ഓഫ് ഇന്ത്യ. ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ VP മത്തായി വാലയിൽ. നമുക്ക് ഇപ്പോൾ 58 ആരാധനാലയങ്ങളും 154 മിഷൻ സെന്ററുകളും 325 സുവിശേഷ വേലക്കാരും 7300ഓളം വിശ്വാസികളും 67 സൺഡേ സ്കൂൾ സെന്ററുകളും 960 സൺഡേ സ്കൂൾ കുട്ടികളും ഉണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കർത്തൃ ശുശ്രൂഷയിൽ നേതൃത്വം വഹിക്കുന്നവരാണിവർ. ഇവരോടൊപ്പം ചേർന്ന് ഗോസ്പൽ വർക്കർമാരും ഇവാഞ്ചലിസ്റ്റുമാരും പങ്കുവഹിക്കുന്നു. EGM ഓഫ് ഇന്ത്യയുടെ ചാരിറ്റി വിങ്ങാണ് ഹെൽപ്പ് ഇന്ത്യ മിഷൻ. മോറിയ സ്കിൽ ആൻഡ് ട്രെയിനിംഗ് സെന്റർ എന്ന പേരിൽ ഹെൽപ്പ് ഇന്ത്യ മിഷന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ മുനിഗുഡയിലാണ്. ടൈലറിംഗ് സെന്ററും ട്യൂഷൻ സെന്ററും അവിടെയുണ്ട്. വിദ്യാകിരൺ യോജന നമ്മുടെ മിഷണറിമാരുടെയും വിശ്വാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതയും നേടിക്കൊടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത്. ഇതുവരെ 13 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃപാഭവൻ ദാൻ യോജന ഭാരത ഗ്രാമങ്ങളിൽ ഭവനരഹിതർക്ക് 3 മുതൽ 4 ലക്ഷം രൂപ ചിലവിൽ സുരക്ഷിതമായ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ഇതുവരെ 9 വീടുകൾ പണിതീർത്ത് കൈമാറാൻ ദൈവം സഹായിച്ചു. 10 വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആത്മിക് വികാസ് യോജന 67 സൺഡേ സ്കൂളുകളിലായി 960 കുട്ടികൾ 88 അധ്യാപകരാൽ ദൈവവചനം പഠിക്കുന്നു. ഫീൽഡുകളിൽ കുട്ടികൾക്കായി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ കിറ്റ് വിതരണം നടന്നുവരുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസ് ദിനത്തിൽ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനും നടത്തിവരുന്നു. ഗ്രാമങ്ങളിൽ ആദിവാസി കുട്ടികൾക്കായി പ്രതിദിന ഭക്ഷണ വിതരണവും വിവിധ മിഷൻ ഫീൽഡുകളിൽ ബൈബിൾ ഡിസ്ട്രിബ്യൂഷനും നാം നടത്തിവരുന്നു. ഡോക്സ നമ്മുടെ വിവിധ സാമൂഹ്യ സേവന പദ്ധതികളുടെ സമാഹാരമാണ് ഡോക്സ. പാലിയേറ്റീവ് ഹോം കെയർ, ഡയാലിസിസിനുള്ള ധനസഹായം, കൂട്ടുകൂടാൻ ഡോക്സ എന്ന പേരിൽ പ്രായമായവർക്കും രോഗികൾക്കും ഇടയിൽ നടത്തപ്പെടുന്ന ഭവന സന്ദർശനവും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളും സൈക്കോതെറപ്പി ആൻഡ് കൗൺസിലിംഗ് സെന്ററുമെല്ലാം ഡോക്സയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും സോണുകൾ തിരിച്ച് ഗോസ്പൽ ടീം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഗോസ്പൽ ടീമിന്റെ നേതൃത്വത്തിൽ ബൈബിൾ ക്ലാസുകൾ നാം ആരംഭിച്ചിരിക്കുന്നു. ഏതു വിധേനയും ഭാരതം യേശുവിനെ അറിയാൻ ഇത് സഹായകമാകുന്നു. ഈ ഉദ്യമങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. നമ്മൾ 365 ദിവസവും ഭക്ഷണം നൽകുന്ന ഈ ആദിവാസി മക്കളെ നമ്മുടെ ജന്മദിനം, വിവാഹ വാർഷിക ദിനം എന്നീ സ്തോത്ര പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഓർക്കുന്നതും ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതും അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം, പാർവതിപുരം, മന്യം എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഭഗത, കോല, ഗൌഡ, യാദവ്, റെഡ്ഡി തുടങ്ങിയ സമുദായങ്ങൾക്കിടയിൽ ബ്രദർ സാംസൺ രാജുവിന്റെ നേതൃത്വത്തിൽ 5ഓളം മിഷണറിമാർ കുടുംബമായി സുവിശേഷ വേല ചെയ്യുന്നു. സിയോൺ ഗോസ്പൽ മിഷൻ ചർച്ചിലും ഗോസ്പൽ മിഷൻ ചർച്ചുകളിലുമായി വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടിവരുന്നു. അരുണാചൽ പ്രദേശിൽ ബോംഡില കേന്ദ്രീകരിച്ചാണ് മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഋഷി, നേപ്പാളി, മോൻബ, ബുധാമോൻബ, ആഗ, മിച്ചി എന്നീ സമുദായങ്ങൾക്കിടയിൽ ബ്രദർ പ്രവീൺ വിശ്വകർമ്മ കുടുംബമായി സുവിശേഷ വേല ചെയ്യുന്നു. ഹിമാലയൻ ഗോസ്പൽ മിഷൻ ചർച്ചിൽ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടിവരുന്നു. അസമിൽ ബൊങ്കൈഗാവ് ജില്ലയിൽ 2008 നമ്മുടെ മിഷൻ ഫീൽഡ് ആരംഭിച്ചു. ബ്രദർ വിക്ടർ സോയയുടെ ആത്മീയ നേതൃത്വത്തിൽ 3 സുവിശേഷകർ വേലയിൽ സഹായിക്കുന്നു. സിയോൺ ഗോസ്പൽ മിഷൻ ചർച്ചിൽ ഞായറാഴ്ചകളിൽ ആരാധനയും തുടർന്ന് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും അനുഗ്രഹീതമായി നടക്കുന്നു. സൗജന്യ ട്യൂഷൻ സെന്ററും നാം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബീഹാറിൽ 2008 നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്.
പൂർണിയ, കട്ടിഹാർ, കൈമൂർ എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ച് സന്താളി, ദാസ്, യാദവ്, മണ്ഡൽ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ബ്രദർ ഹാനോക് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകളിൽ സുവിശേഷകരായ 8 പേർ സഹായികളായി പ്രവർത്തിച്ചു വരുന്നു. ഹത്യാഗിരിയിൽ കർമ്മൽ ഗോസ്പൽ മിഷൻ ചർച്ചിന്റെ റിനോവേഷൻ പണികൾ നാം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2008 ബിലാസ്പൂർ, മുംഗേലി, റായ്ഗഡ്, കോർബ, ബാലോഡ്, ശക്തി, ദംതാരി ജില്ലകൾ കേന്ദ്രീകരിച്ച് സാഹു, യാദവ്, സന്താമി, ഗോണ്ട് എന്നീ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മിഷണറിയായ ബ്രദർ രാമേശ്വർ സാഹുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. സുവിശേഷകരായ 17 പേർ സഹായികളായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ബിലാസ്പൂരിൽ ഹെബ്രോൻ ഗോസ്പൽ മിഷൻ ചർച്ചിലും വിവിധ ഫീൽഡുകളിലുള്ള ഗോസ്പൽ മിഷൻ ചർച്ചുകളിലുമായി വിശ്വാസികൾ ആരാധനയ്ക്ക് കടന്നുവരുന്നു. സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും മിഷൻ ഫീൽഡുകളിൽ അനുഗ്രഹീതമായി നടക്കുന്നു. മുംഗേലി ജില്ലയിൽ ചർച്ചിന്റെ പണി നാം ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളാൽ നിർത്തിവെച്ചിരിക്കുകയാണ്. കൃപാഭവൻ ദാൻ യോജനയുടെ ഭാഗമായി ബിലാസ്പൂരിൽ ബ്രദർ രാമേശ്വർ സാഹുവിനും മുംഗേലിയൻ സിസ്റ്റർ അഞ്ജാനി സാഹുവിനും നാം വീട് നിർമ്മിച്ച് നൽകി. ഗുജറാത്തിൽ സൂററ്റ് ജില്ലയിൽ അക്കൽകുവയിലാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വാസവ, വാൽവി, പാട്വി എന്നീ വിഭാഗങ്ങൾക്കിടയിൽ ബ്രദർ വിക്രം വാസവ, ബ്രദർ വാൽവി ദിനേശ് ഭായ് എന്നിവർ സുവിശേഷ വേല ചെയ്യുന്നു. കൃപാഭവൻ ദാൻ യോജനയുടെ ഭാഗമായി ബ്രദർ വിക്രം വാസവിയുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രദർ അമർ സിംഗും കുടുംബവും ഹിമാചൽ പ്രദേശിൽ സിംല കേന്ദ്രീകരിച്ച് 17 ഗ്രാമങ്ങളിലായി കോലി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ താമസിച്ച് കർത്തൃവേല ചെയ്തു വരുന്നു. ജമ്മു കാശ്മീരിൽ ജമ്മു, ഉധംപൂർ തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബ്രാഹ്മിൻസ്, ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ബ്രദർ ജോഗീന്ദർ കുമാർ, ബ്രദർ കുൽഭൂഷൺ എന്നിവർ സുവിശേഷ വേല ചെയ്യുന്നു. കൃപാഭവൻ ദാൻ യോജനയുടെ ഭാഗമായി ജമ്മുവിലെ നമ്മുടെ വിശ്വാസിയായ തിലകരാജിന് വീട് നിർമ്മാണത്തിനാവശ്യമായ സഹായം ചെയ്തു വരുന്നു. ജാർഖണ്ഡ് സംസ്ഥാനത്ത് മിഷണറിയായ പ്രേംചന്ദ് മുണ്ടയും 2 സുവിശേഷ പ്രവർത്തക സഹായികളും EGM ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ടാറ്റാനഗർ ജില്ലയിൽ സന്താൾ, മണ്ഡൽ, ലൊഹറ എന്നീ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വേല ചെയ്യുന്നു. കർണാടകയിൽ ഹസൻ ജില്ല കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗൌഡ, ആശാരി, SC വിഭാഗങ്ങൾക്കിടയിൽ നാം പ്രവർത്തിച്ചു വരുന്നു. ബ്രദർ ജിബിൻ CS കുടുംബമായി അവിടെ സുവിശേഷ വേല ചെയ്യുന്നു. വിശ്വാസികൾ ആരാധനയ്ക്കായി വീടുകളിൽ ഒത്തുകൂടുന്നു. മധ്യപ്രദേശിൽ മിഷണറിയായ ബ്രദർ അജയ് കുമാർ ഡാമയും 7 ഗോസ്പൽ വർക്കേഴ്സും ജാബുവ, സത്തന, ദാത്തിയ എന്നീ 3 ജില്ലകളിൽ ബീൽ, ബിലാൽ, യാദവ്, ലബാന എന്നീ പുരാതന ഗ്രാമവാസി വിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷ വേല ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ ഗോന്ദിയ, ഗാഡ്ചിറോലി എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മിഷണറിയായ ബ്രദർ നിരഞ്ജൻ ലിമ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. 5 ഗോസ്പൽ വർക്കേഴ്സും സഹായികളായി ചേർന്ന് പ്രവർത്തിക്കുന്നു. പോഹാർ, ചാമർ, ധോബി, മാരാർ, പരദേശി തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഗോന്ദിയയിൽ ശാലേം ഗോസ്പൽ മിഷൻ ചർച്ചിലും ബെല്ലാർഷ, ഗാഡ്ചിറോലി എന്നിവിടങ്ങളിലുള്ള ഗോസ്പൽ മിഷൻ ചർച്ചുകളിലുമായി വിശ്വാസികൾ ആരാധനയ്ക്ക് കൂടി വരുന്നു. ശാലേം ഗോസ്പൽ മിഷൻ ചർച്ചിൽ വിശ്വാസികൾ ആരാധനയ്ക്ക് കൂടി വരുന്നതിനുള്ള സ്ഥലപരിമിതി മൂലം ചർച്ചിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണമേ. EGM ഓഫ് ഇന്ത്യയുടെ സോണൽ ഓഫീസായാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത്. ബ്രദർ സജി KS ഫീൽഡ് കോർഡിനേറ്ററായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. മേഘാലയയിൽ ഷില്ലോങ് കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബ്രദർ അമരിക് ബോറോ കുടുംബമായി അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ബോറോ, നേപ്പാളി, ഗാരോ, ദേവർമ എന്നീ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നാഗാലാൻഡിൽ ദീമാപൂർ കേന്ദ്രമാക്കി ബ്രദർ യുംഷെല്ലോ രത്ന സുവിശേഷ വേല ചെയ്യുന്നു. 2008 ഒഡീഷയിൽ മുനികുട കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കണ്ടമാൽ, കൊട്ടഗ്ര, ഹത്മുനികുട, കൽഹണ്ടി, ബൈസൻഘട്ടം എന്നിവിടങ്ങളിൽ
ഇപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ബ്രദർ രാംരാജിന്റെ നേതൃത്വത്തിൽ 5 ഗോസ്പൽ വർക്കേഴ്സും ശുശ്രൂഷകൾ ചെയ്തു വരുന്നു. ഒഡീഷയിലെ മോറിയ കൃപാഭവൻ ആൻഡ് സ്കിൽ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനുള്ള ട്രെയിനിംഗ് ക്യാമ്പ് എല്ലാ വർഷവും നടത്തിവരുന്നു. പഞ്ചാബിൽ മോഗ, ഗുർദർപൂർ എന്നീ ജില്ലകളിൽ ബ്രദർ ജാഗ്സി സിംഗ് പാട്ടി, ബ്രദർ രാജ്പാൽ മസീഖ് എന്നിവർ സിഖ്, റായ് സിഖ്, രവിദാസിയ എന്നീ വിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷ വേല ചെയ്യുന്നു. സീനായ് ഗോസ്പൽ മിഷൻ ചർച്ചിൽ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വരുന്നു. രാജസ്ഥാനിൽ ബാൻസ്വാഡ, ഉദയ്പൂർ എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബ്രദർ ഭരത് പട്ടേൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. 17 ഗോസ്പൽ വർക്കേഴ്സും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഭീൽ, ബിലാൽ, യാദവ്, ആദിവാസി വിഭാഗങ്ങൾക്കിടയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിവിധ ഫീൽഡുകളിലായുള്ള 9 മിഷൻ ചർച്ചുകളിൽ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വരുന്നു. സൺഡേ സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും അനുഗ്രഹീതമായി നടത്തപ്പെടുന്നു. തമിഴ്നാട് തേനിയിലാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ആദിവാസികളുടെ ഇടയിൽ ബ്രദർ കെ അബ്രാഹാം കുടുംബമായി ശുശ്രൂഷ ചെയ്യുന്നു. ഗോസ്പൽ മിഷൻ ചർച്ചിൽ വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വരുന്നു. തെലങ്കാനയിൽ കമ്മം, ബേജു ജില്ലകളിൽ ബ്രദർ പോൾ ബിയുടെ നേതൃത്വത്തിലാണ് ശുശ്രൂഷകൾ നടക്കുന്നത്. 2 ഗോസ്പൽ വർക്കേഴ്സും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഹിന്ദു, മുസ്ലിംസ്, ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഉത്തർപ്രദേശിൽ ഗോരഖ്പൂർ, വാരണാസി എന്നീ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബ്രദർ ബോലോനാഥ് സുമൻ, ബ്രദർ അജിത് കുമാർ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഉത്തരാഖണ്ഡിൽ നൈനിറ്റാൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ബ്രദർ ഹർമീൻ സിംഗ് കുടുംബമായി അവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. സിലിഗുരി, ജൽപായ്ഗുരി ജില്ലകളിലായാണ് വെസ്റ്റ് ബംഗാളിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സന്താൾ, ലോഹാർ, ഉറാവ എന്നീ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് പ്രവർത്തനം. ബ്രദർ ഉമേഷ് കുമാർ ഹെബ്രോം ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. 7 ഗോസ്പൽ വർക്കേഴ്സും ചേർന്ന് പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപയാൽ 2008 മെയ് മാസം 1-ാം തീയതി പ്രാർത്ഥിച്ചാരംഭിച്ച എക്യൂമെനിക്കൽ ഗോസ്പൽ മിഷൻ ഓഫ് ഇന്ത്യ അഥവാ EGM ഓഫ് ഇന്ത്യ പിന്നിട്ട കാലങ്ങളിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ വളരെ സംക്ഷിപ്തമായ ഒരു ചിത്രീകരണമാണ് നിങ്ങൾ കണ്ടത്. പരിമിതമായ കാലങ്ങൾ കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഭൗതികമായി ധാരാളമായി നേടിയെന്നൊന്നും അവകാശപ്പെടാനായിട്ടില്ല. എന്നാൽ ഇന്ന് തലയുയർത്തി നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ 7000-ലധികം വിശ്വാസികളെ വലിയവനായ കർത്താവ് നമുക്ക് തന്നു. അവർ സ്നാനമേറ്റ് കർത്താവിൻ്റെ തിരുസഭയോട് ചേർന്നു. 59ഓളം ആരാധനാലയങ്ങളെ കർത്താവ് തന്നു. 400-ലധികം പ്രവർത്തകരെ കർത്താവ് തന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ ഉത്തരവാദിത്വങ്ങൾ ഈ പ്രിയപ്പെട്ടവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമാണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുവാനായിട്ട് കഴിഞ്ഞത്. അത് തന്നെയല്ല, ഭാരതത്തിൽ ആദിവാസി ഗ്രാമങ്ങളിൽ സുവിശേഷീകരണത്തോടൊപ്പം നമ്മൾ ജീവകാരുണ്യ പ്രവൃത്തികളിലും ഏർപ്പെട്ടിട്ടുണ്ട്. പാലിയേറ്റീവ് ഹോം കെയർ, കിടപ്പ് രോഗികളെ പരിചരിക്കുക, വിധവമാർക്ക് പെൻഷൻ, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം, വിദ്യാകിരൺ യോജന വഴി ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ, വീടില്ലാത്തവർക്ക് ഭവന നിർമ്മാണം, കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ, അശരണരായിട്ടുള്ളവർക്ക് ആശ്രയമായി എല്ലാം നമ്മൾ ഈ ഭാരത ഗ്രാമങ്ങളിലുണ്ട്. അവരോടൊപ്പം നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ ബഹുമുഖമായ പ്രവർത്തനമാണ് നമ്മുടെ മിഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ച നിങ്ങളോടും കർത്താവിൻ്റെ എളിയ ഒരു ദാസൻ എന്നുള്ള നിലയിൽ, ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെയും പ്രാർത്ഥനയും സാമ്പത്തിക സഹായങ്ങളും സാന്നിധ്യവും കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ്. ഏതെങ്കിലും നാളിൽ എന്നെങ്കിലും നമ്മുടെ മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കാൻ നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ സ്നേഹത്തിനും
എല്ലാ കരുതലിനും ഒത്തിരി ഒത്തിരി നന്ദി. ഇനിയും കർത്താവിൻ്റെ വരവ് വരെ ഈ ശുശ്രൂഷയെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം കൂടിയേ കഴിയൂ. അത് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ചോദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.